ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിൻ്റെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് മോളിക്യൂൾസ് എന്നും ആറ്റം എന്താണെന്നും ആറ്റ സിദ്ധാന്തം, ഡാൾട്ടൻ്റെ ആറ്റം തിയറിയെ കുറിച്ചുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. പിന്നെ കുറച്ച് എലമെന്റ്സിനെ കുറിച്ചും കോമ്പൗണ്ട്സിനെ കുറിച്ചൊക്കെ പഠിച്ചു. നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത് നോക്കാം. എന്താണ്? സിമ്പിൾസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഇവിടെ കുറെ സിമ്പിൾസ് തന്നിട്ടുണ്ട്. വി യൂസ് മെനി സൈൻസ് ലൈക്ക് ദ എബോ ഓൺസ് ഇൻ അവർ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഡേ ടു ഡേ ദൈനംദിന ജീവിതത്തിൽ ആശയവിനിമയങ്ങൾക്കായി ചിത്രത്തിൽ നൽകിയതുപോലുള്ള ധാരാളം ചിഹ്നങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? വൈ ആർ ദേ യൂസ്ഡ്? എന്തിനായിരിക്കും ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തിനായിരിക്കും? സിമ്പിൾസ് ആർ യൂസ്ഡ് ടു റെപ്രസെന്റ് കൺസെപ്റ്റ് ഇൻ എ ക്ലിയർ ആൻഡ് സിമ്പിൾ മാനർ. ഒരു ആശയത്തെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുന്നതിനായിട്ടാണ് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലെ? സിമ്പിൾസ് എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾസ് ഉപയോഗിക്കുന്നത്. ഒരു ആശയത്തെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുന്നതിനായിട്ടാണ് ചിഹ്നങ്ങൾ നാം ഉപയോഗിക്കുന്നത്. ചിഹ്നങ്ങൾ ആശയ സംവേദനം എളുപ്പമാക്കുന്നു. സിമ്പിൾസ് മേക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഈസിയർ. ഓക്കെ. Similarly, signs are used to represent elements. These are known as chemical symbols. ഇതുപോലെ തന്നെയാണ് മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിനായി ചിഹ്നങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവ പ്രതീകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. എ സിമ്പിൾ റെപ്രസെന്റ് ആൻ ആറ്റം ഓഫ് ആൻ എലിമെന്റ്. പ്രതീകം മൂലകത്തിന്റെ ഒരു ആറ്റത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എലമെന്റ്സിൽ എന്തോന്നാണ് ഉപയോഗിക്കുന്നത്? സിമ്പിൾസ് എന്ന് പറയുന്നത് എന്തോന്നാണ്? സിമ്പിൾ റെപ്രസെന്റ്സ് ആൻ ആറ്റം ഓഫ് ആൻ എലമെന്റ്. മൂലകത്തിന്റെ ഒരു ആറ്റത്തെ സൂചിപ്പിക്കുന്നതിനാണ് പ്രതീകം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ദ മോഡേൺ സിമ്പിൾ സിസ്റ്റം ഓഫ് റെപ്രസെന്റ് എലമെന്റ്സ് ബൈ ലെറ്റേഴ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സയന്റിസ്റ്റ് നെയ്മഡ് ബേഴ്സലസ്. അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ബേഴ്സലസ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അടുത്ത് നോക്കൂ. ഒറിജിൻ ഓഫ് സിമ്പിൾസ്, പ്രതീകങ്ങൾ വന്ന വഴി. ഇത് എലമെന്റ് ഹൈഡ്രജൻ ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ എച്ച്. ഹൈഡ്രജനെ എച്ച് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് നെയിം ഓഫ് ദ എലമെന്റ് ഈസ് യൂസ്ഡ് ഹിയർ ആസ് എ സിമ്പിൾ. എന്താണ്? ഹൈഡ്രജൻ എന്ന് എഴുതുമ്പോൾ HODROGEN എന്നാണ് എഴുതുന്നത്. അതിന്റെ ആദ്യത്തെ അക്ഷരമായ എച്ച് ആണ് എന്തോന്നായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? സിമ്പിളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മൂലകത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരമാണ് ഇവിടെ പ്രതീകമായി ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് മൂലകങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നെയിമിന്റെ ആദ്യത്തെ അക്ഷരമാണ് സിമ്പിളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ഏതാണ്? കാർബൺ. സി. കാർബൺ, സിയിൽ തുടങ്ങുന്നത് കാർബൺ എന്ന് എഴുതിയിരിക്കുന്നത് സി എന്ന് പറയുന്നത് സിമ്പിൾ. നൈട്രജൻ എന്നിൽ തുടങ്ങുന്നത് N സിമ്പിൾ. സൾഫർ എസിൽ തുടങ്ങുന്നത് എസ് സിമ്പിൾ. ഓക്സിജൻ ഓയിൽ തുടങ്ങുന്നത് O സിമ്പിൾ. അപ്പം ആ എലമെന്റ്സിന്റെ നെയിമിന്റെ ആദ്യത്തെ അക്ഷരമാണ് ഇവിടെ സിമ്പിൾസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കാം, അടുത്ത് നോക്ക്. അതൊന്നാമത്തെ കാര്യം. ദ എലമെന്റ് ഹീലിയം ഈസ് റെപ്രസെന്റഡ് ബൈ ദ സിമ്പിൾ He. എന്നാൽ ഹീലിയത്തിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? He എന്ന പ്രതീകമായിട്ടാണ്, സിമ്പിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റർ ഓഫ് ദ ഇംഗ്ലീഷ് നെയിം ഈസ് യൂസ്ഡ് ഹിയർ. ഇവിടെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും ഉപയോഗിച്ച്? എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി H എന്നുള്ളത് എന്തോന്ന് എടുത്തായിരുന്നു? ഹൈഡ്രജന്റെ സിമ്പിൾ ആയിട്ട് H എടുത്തു. അടുത്ത് വീണ്ടും H എടുക്കുമ്പോഴത്തേക്ക് ഹീലിയത്തിന് H എടുത്താൽ രണ്ടും മാറിപ്പോകില്ലേ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അക്ഷരം കൂടെ അതില് ചേർത്തു, അടുത്തൊരു അക്ഷരം കൂടെ ചേർത്തു. അങ്ങനെയാണ് ഹീലിയത്തിന് He എന്ന സിമ്പിൾ വന്നത്. Some elements are represented by another letter along with the first letter of the English name in uppercase. See more examples of
യൂസിങ് 2 ലെറ്റേഴ്സ് ആസ് എ സിമ്പിൾസ്. അങ്ങനെ വരുന്നതിൽ എന്തോന്ന് ചെയ്യും? ആദ്യത്തെ നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, രണ്ടാമത്തെ സ്മാൾ ലെറ്റർ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ. ഹീലിയം എന്ന മൂലകത്തെ സൂചിപ്പിക്കുന്നതിന് HE പ്രതീകമായി ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷ് പേരിന്റെ ആദ്യ അക്ഷരം മാത്രമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പേരിന്റെ ആദ്യ അക്ഷരത്തോടൊപ്പം മറ്റൊരു അക്ഷരം കൂടി ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കാറുണ്ട്. രണ്ടക്ഷരങ്ങൾ ഉള്ള പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നതിന് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാനാണ്. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന്: അലുമിനിയം, AL ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ. ക്ലോറിൻ, CH ഇല്ല, CL എന്നാണ് ക്ലോറിന്. ക്യൂറിയം, CM. കാൽസ്യം, CA. ആദ്യത്തെ അക്ഷരവും അതോടൊപ്പം ഏതെങ്കിലും ഒരു അക്ഷരവും കൂടെ ചേർത്താണ് അതിനെ സിമ്പിളായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഇതൊക്കെ കാണാതെ പഠിക്കണം. എലമെന്റ്സും അതിന്റെ സിമ്പിൾസും പഠിക്കണം. ഓക്കെ, അടുത്ത് നോക്കാം. The first letter of the English name is used uppercase along with the second letter or any other prominent letter is lower case. നമ്മൾ പറഞ്ഞു ആദ്യത്തെ ലെറ്റർ നമ്മൾ സിമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എടുക്കും, അത് കഴിഞ്ഞിട്ട് വരുന്നത് സ്മാൾ ലെറ്റർ ആയിട്ട് എടുക്കുള്ളൂ. ഓക്കെ. ഇംഗ്ലീഷ് പേരിന്റെ ആദ്യ അക്ഷരത്തോടൊപ്പം മറ്റക്ഷരം കൂടി ഉപയോഗിച്ച് മൂലകങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. രണ്ടക്ഷരങ്ങളുള്ള പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നതിന് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്. ഏതൊക്കെ? സം എലമെന്റ്സ് ഹാവ് സിമ്പിൾസ് ബേസ്ഡ് ഓൺ ദെയർ ലാറ്റിൻ നെയിംസ്. ഇത് ലാറ്റിൻ നെയിംസ് വന്നിട്ടാണ് സിമ്പിൾസ് എഴുതിയിരിക്കുന്നത്. സോഡിയം, എസ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാര്യം എസിൽ സൾഫർ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ സോഡിയത്തിന്റെ ലാറ്റിൻ നെയിമാണ് നാട്രിയം എന്ന് പറയുന്നത്. അതിപ്പോൾ നാട്രിയറ്റിന്റെ Na ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട്. പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ നമുക്ക് P കൊടുക്കാൻ പറ്റില്ല. ഇവിടെ പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നെയിമായ കാലിയത്തിന്റെ K ആണ് കൊടുത്തിരിക്കുന്നത്. അയണിന് ലാറ്റിൻ നെയിം എന്തോന്നാണ്? ഫെറം, Fe എന്ന് കൊടുത്തിട്ടുണ്ട്. ഗോൾഡ്, ഓറം, AU ആണ് സിമ്പിൾ. കോപ്പർ, കുപ്രം, Cu ആണ് സിമ്പിൾ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലോണം പഠിക്കേണ്ട കാര്യമാണ്. കണ്ടല്ലോ, ലാറ്റിൻ നെയിമും സിമ്പിൾസും. അപ്പോൾ സോഡിയത്തിന്റെ നാട്രിയം Na, പൊട്ടാസ്യം കാലിയം K, അയൺ ഫെറം Fe, ഗോൾഡ് ഓറം AU, കോപ്പർ കുപ്രം Cu. അടുത്ത് ഹൗ എലമെന്റ്സ് ഗോട്ട് ദെയർ നെയിംസ്. മൂലകങ്ങൾക്ക് പേര് വന്ന വഴികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. വെൻ യു ഹിയർ ദ നെയിംസ് ഓഫ് ദ എലമെന്റ്സ് ഫ്രാൻസിയം ആൻഡ് ഐൻസ്റ്റീനിയം, ഡോട്ട് you recall the country France and the scientist Einstein. Elements are named not only on the basis of country and scientist, but also the basis of color, name of planet, satellite, കോണ്ടിനെന്റ്സ് എക്സെട്ര. അപ്പോൾ ഫ്രാൻസിയം, ഐൻസ്റ്റീനിയം എന്നീ മൂലകങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഫ്രാൻസിനെയും ഐൻസ്റ്റീനെയും ഒക്കെ ഓർമ്മ വരും, ഇല്ലേ? എന്തുകൊണ്ടാണ്? രാജ്യം, ശാസ്ത്രജ്ഞൻ എന്നിവ മാത്രമല്ല, നിറം, ഗ്രഹം, ഉപഗ്രഹം, വൻകര തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള മൂലകങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ട്. അപ്പോൾ ചില മൂലകങ്ങൾക്ക് ചില സയന്റിസ്റ്റിന്റെ പേരാണ്, ചില സ്ഥലത്തിന്റെ പേരാണ്, പിന്നെ എന്തുവാണ് കളറിന്റെ, പ്ലാനറ്റിന്റെ, അത് കണക്ക് സാറ്റലൈറ്റിന്റെ, കോണ്ടിനെന്റിന്റെ ഒക്കെ പേര് ചേർത്തിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. ഫൈൻഡ് ദ എലമെന്റ്സ് ഓഫ് ദ ഒന്ന് ക്രോമിയം, ഇറിഡിയം, നെപ്റ്റ്യൂണിയം. പ്ലാനറ്റ്സിന്റെ ക്രോമിയം, ഇറിഡിയം, നെപ്റ്റ്യൂണിയം. അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പറഞ്ഞല്ലോ നമ്മൾ കളറും നെയിമും, നെയിം ഓഫ് ദ പ്ലാനറ്റ്സും സാറ്റലൈറ്റും കോണ്ടിനെന്റും പിന്നെ രാജ്യങ്ങളുടെ പേര്, പിന്നെ എന്തോന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ പേര് ഒക്കെ ചേർത്തിട്ടാണ്, സയന്റിസ്റ്റിന്റെ പേരൊക്കെ ചേർത്തിട്ടാണ് ചില മൂലകങ്ങൾക്ക് പേരുകൾ നൽകിയിരിക്കുന്നത്. അതിലുള്ളതാണ് ഇത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, മൂലകങ്ങളുടെ വർഗീകരണം എങ്ങനെ? ഒബ്സർവ് ദ പിക്ചർ. ഹാവ് യു എവർ സീൻ ബുക്സ് അറേഞ്ച്ഡ് ഇൻ എ ലൈബ്രറി? Advantages of arranging the books of categorizing.
എസ്സേസ്, പോയംസ്, സ്റ്റോറീസ്, നോവൽസ് എക്സെട്ര. നമ്മളിപ്പോൾ ഒരു ലൈബ്രറിയിൽ പോയാൽ ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. എന്തോന്നാണ്, പോയംസ് പ്രത്യേകം, എസ്സേസ് പ്രത്യേകം, സ്റ്റോറീസ്, നോവൽസ് ഒക്കെ പ്രത്യേകം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തിനാണ്? എലമെന്റ്സ് ആർ ആൾസോ ക്ലാസിഫൈഡ് ഇൻ ദിസ് മാനർ. ഈ രീതിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരഞ്ഞ് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, പെട്ടെന്ന് നമുക്ക് അവയെ എടുക്കാൻ കഴിയും. അപ്പൊ അതുപോലെയാണ് എലമെന്റ്സ്. എലമെന്റ്സ് ആർ ആൾസോ ക്ലാസിഫൈഡ് ഇൻ ദിസ് മാനർ. സോ ഫാർ 118 elements have been discovered which include natural and synthetic elements. It is very difficult to study all these elements and their compounds separately. It could be easier to elements with similar properties are classified into groups. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? ഇപ്പം മൂലകങ്ങളെ ഇത്തരത്തിലാണ് വർഗീകരിച്ചിട്ടുള്ളത്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള എത്ര മൂലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്? 118 മൂലകങ്ങളുണ്ട്. ഇവയിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ മൂലകങ്ങളുണ്ട്. ഓരോ മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ച് പ്രത്യേകമായി പഠിക്കുക വളരെ പ്രയാസമാണ്. സമാന ഗുണങ്ങൾ ഉള്ള മൂലകങ്ങളെ വർഗീകരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരേ ഗുണങ്ങളുള്ള മൂലകങ്ങളെ നമ്മൾ ക്രമീകരിച്ച് പ്രത്യേകം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. Okay, the periodic table is a table in which all the elements are categorized and arranged based on their properties. അവയുടെ പ്രോപ്പർട്ടീസ് അനുസരിച്ചാണ് എലമെന്റ്സിനെ തിരിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അനലൈസ് the periodic table and write down the name and symbol of any 5 elements. ആവർത്തന പട്ടിക വിശകലനം ചെയ്ത് ഏതെങ്കിലും 5 മൂലകങ്ങളുടെ പേരും പ്രതീകവും എഴുതാനാണ്. നോക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പീരിയോഡിക് ടേബിള് 118 എലമെന്റ്സ് ഉണ്ട്. ഓരോന്നിലും ഈ പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെന്റിന്റെ നെയിം ഉണ്ട്, അതിന്റെ സിമ്പൽ ഉണ്ട്, അതിന്റെ അറ്റോമിക് നമ്പർ എല്ലാം ഉണ്ട്. ഓക്കെ, ആദ്യത്തെ ഹൈഡ്രജൻ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. H ഹൈഡ്രജന്റെ സിമ്പൽ. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇത് കുറെയൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. അറ്റോമിക് നമ്പർ, സിമ്പൽ, നെയിം ഉണ്ട്. ഓക്കെ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ 118 എലമെന്റ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ നമ്മൾ നിത്യവും കേട്ടിട്ടുള്ള കുറെ എലമെന്റ്സ് ഉണ്ട്. എന്തോന്നാണ്? അയൺ, അലുമിനിയം, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന നമുക്കറിയാവുന്ന എലമെന്റ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന എലമെന്റ്സ് ഏതൊക്കെ എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സും അതിന്റെ സിമ്പിൾസും പഠിക്കാനുള്ളതാണ്. അടുത്ത് നോക്കൂ, വിച്ച് എലമെന്റ്സ് വെയർ ആഡഡ് റീസെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളില് പുതുതായിട്ട് അവസാനം ഉൾപ്പെടുത്തിയ മൂലകങ്ങൾ ഏതെല്ലാമാണ്? അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് എലമെന്റ്സ് വെയർ ആഡഡ് റീസെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഏതൊക്കെ? ന്യൂഹോണിയം, NH ആണ് സിമ്പൽ. അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 113 മോസ്കോവിയം, MC 115 അറ്റോമിക് നമ്പർ. ടെനസീൻ, TS സിമ്പൽ 117 അറ്റോമിക് നമ്പർ 117. ഓഗനസൻ, OG സിമ്പൽ 118 അറ്റോമിക് നമ്പർ 118. ഓക്കെ, ഇത്രയാണ് റീസെന്റ് അവസാനം ഉൾപ്പെടുത്തിയിട്ടുള്ള മൂലകങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്ക്, എലമെന്റ്സ് എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. മൂലകങ്ങൾ വിവിധ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ, അവ ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. ഇവിടെ 3 കോളത്തിൽ തന്നിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നിങ്ങളടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കുറച്ച് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോളിഡില് അയൺ, കാർബൺ, ഗോൾഡ്, അയഡിൻ ഒക്കെ സോളിഡിൽ വരുന്നതാണ്. ലിക്വിഡിൽ ആകെ 2 എലമെന്റ്സേ ഉള്ളൂ, മെർക്കുറിയും ബ്രോമിനും. ഗ്യാസസിൽ വരുന്നത് ഒരുപാട് ഇനിയുണ്ട്. ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഹീലിയം, ആർഗൺ ഒക്കെ ഏതിൽ വരുന്നത്? ഗ്യാസസിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഫൈൻഡ് ദ സിന്തറ്റിക് എലമെന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. മനുഷ്യനിർമ്മിത മൂലകങ്ങൾ ഏതൊക്കെയാണ്? നെപ്റ്റ്യൂണിയം, NP,
plutonium Pu, americium or lawrencium Am to Lr. പിന്നെ എന്തോന്നാണ് റൂദർഫോർഡിയം ടു ഓർഗനസൺ Rf to Og. ഇതൊക്കെ എന്തോന്നാണ് കൃത്രിമ മൂലകങ്ങളാണ്, സിന്തറ്റിക് എലമെന്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ പീരിയോഡിക് ടേബിളിലെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തോന്നാണ് സിന്തറ്റിക് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അവസാന രൂപം കൊണ്ട എലമെന്റ്സ്, അവസാനം പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയ എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അടുത്ത് നോക്കാം, എന്താണ് എർലിയർ അറ്റംപ്റ്റ്സ് ഫോർ എ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, മൂലക വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ. ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ദാറ്റ് വി യൂസ് ടുഡേ ഈസ് എ റിസൾട്ട് ഓഫ് ദ എഫേർട്ട് ഓഫ് മെനി സയന്റിസ്റ്റ്. നിരവധി ശാസ്ത്രജ്ഞരുടെ ശ്രമഫലമായാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടികയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതായത് ഒരുപാട് സയന്റിസ്റ്റുകളുടെ എഫേർട്ടിന്റെ ഫലമായിട്ടാണ് ഇപ്പോഴുള്ള ഈ പീരിയോഡിക് ടേബിള് ഉണ്ടായത് തന്നെ. Have a look at the contributions of various scientists to the earlier classification of elements. മൂലക വർഗീകരണത്തിന്റെ ആദ്യകാലത്തെ വിവിധ ശാസ്ത്രജ്ഞരുടെ സംഭാവനകൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണെന്ന് നോക്ക്. ആദ്യത്തത് ലാവോസിയർ, ആന്റോണി ലാവോസിയർ. ലാവോസിയർ മേഡ് ദ ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് ടു ക്ലാസിഫൈ എലമെന്റ്സ്. മൂലകങ്ങളെ വർഗീകരിക്കുന്നതിന് ആദ്യകാലത്ത് ശ്രമം നടത്തിയ ഒരാളാണ് ലാവോസിയർ എന്ന് പറയുന്നത്. ഹി ക്ലാസിഫൈഡ് ദം നോ എലമെന്റ്സ് ഇൻടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മൂലകങ്ങളെ ലോഹങ്ങളെന്നോ അലോഹങ്ങളെന്നോ ആണ് അദ്ദേഹം വർഗീകരിച്ചത്. മെറ്റൽസും നോൺ മെറ്റൽസും ആയിട്ട് അദ്ദേഹം തിരിച്ചു. അടുത്ത് ഡോബർനെയർ എന്താണ് പറഞ്ഞത്? ക്ലാസിഫൈഡ് ദ എലമെന്റ്സ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻടു ഗ്രൂപ്പ്സ് ഓഫ് 3. ഡോബർനിയർ എന്തോന്നാണ് പറഞ്ഞത്? ഡോബർനിയർ മൂലകങ്ങളെ സമാന ഗുണങ്ങളുള്ള 3 വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഒരേ ഗുണങ്ങളുള്ള 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ആര്? ഡോബർനിയർ. ദീസ് ഗ്രൂപ്പ്സ് വെയർ കാൾഡ് ട്രയഡ്സ്. അതിന് എന്തോന്ന് പേര് കൊടുത്തു? ട്രയഡ്സ് എന്ന് പേര് കൊടുത്തു. ത്രികങ്ങൾ എന്ന് പേരും കൊടുത്തു. He stated that the atomic mass of the element in the middle of the triads was approximately the average of the atomic mass of the other 2 elements. എന്തായിരുന്നു? അങ്ങനെ ഈ മിഡിൽ കൊടുത്ത ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ അറ്റോമിക മാസ് മറ്റ് 2 മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ഏകദേശം ശരാശരിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. 3 മൂലകങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തിരിച്ചു, എന്നിട്ട് നടുക്കുള്ള മൂലകത്തിന് മറ്റ് 2 മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ആവറേജ് ആണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. എന്നാൽ ഏതാനും മൂലകങ്ങളെ മാത്രമാണ് ഈ രീതിയിൽ വർഗീകരിക്കാൻ കഴിഞ്ഞത്. എല്ലാ മൂലകങ്ങളെയും ഇങ്ങനെ നമുക്ക് വർഗീകരിക്കാൻ കഴിയില്ല. അതിൽ ഇതിന് മാത്രമേ ഈ പറഞ്ഞ കാര്യം സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. Only a few elements could be classified in this way. അതിൽ കൊടുത്തിരിക്കുന്ന 3 കൊടുത്തിരിക്കുന്ന നോക്ക്. എലമെന്റ്സ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അറ്റോമിക് മാസ് 7, 23, 39. അപ്പോൾ ഇവയുടെ രണ്ടിന്റെയും ആവറേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് 23. അപ്പോൾ എലമെന്റ്സ് 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കണം. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഏതൊക്കെ എലമെന്റ്സ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലിഥിയത്തിന്റെയും പൊട്ടാസ്യവും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കാണല്ലോ ആവറേജ് കിട്ടുന്നത്. അപ്പൊ 23 കിട്ടും. ഇവിടെ അടുത്ത് വന്നിട്ട് 40ഉം 137.3 അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്തത് കിട്ടും എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പൊ അത് ചില ഗ്രൂപ്പുകളിൽ മാത്രമേ അത് കറക്റ്റായി വരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഇത്. അടുത്ത ന്യൂലാൻഡ്സ് എന്താണ് പറഞ്ഞത്? ഫൗണ്ട് ദാറ്റ് വെൻ elements were arranged in ascending order of atomic mass, each 18th element was the repetition of the first of in its
പ്രോപ്പർട്ടീസ്. മൂലകങ്ങളെ അതിന്റെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വിന്യസിക്കുമ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്നാണ് ന്യൂലാൻഡ്സ് പറഞ്ഞത്. എട്ടാമത് വരുന്ന ഓരോ മൂലകവും ആദ്യത്തെ മൂലകത്തിന്റെ ആവർത്തനമാണെന്നാണ് ന്യൂലാൻഡ്സ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെ കമ്പൈൻ ചെയ്തത് ഏതുമായിട്ടാണ്? 7 നോട്ട്സ് ഓഫ് മ്യൂസിക്, സപ്തസ്വരങ്ങളുമായിട്ടാണ് താരതമ്യം ചെയ്തത്. അപ്പൊ ന്യൂലാൻഡ്സ് എന്താണ് പറഞ്ഞത്? എട്ടാമത് മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ അവയെ വിന്യസിക്കുമ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ വേറൊരു ഇത് പഠിച്ചായിരുന്നല്ലോ. ആരാണ് പറഞ്ഞ? ലാവോസിയർ എന്തോന്നാണ് പറഞ്ഞ? എലമെന്റ്സ് എല്ലാം മെറ്റൽസും നോൺ മെറ്റൽസും ആണെന്ന് പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ ആള് ഡോബർനർ എന്തോന്നാണ് പറഞ്ഞത്? ഒരു 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ എലമെന്റ്സിന്റെ നടുക്കുള്ള എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്? മറ്റ് 2 മൂലകങ്ങളുടെ ആവറേജ് ആണെന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. അത് എല്ലാത്തിലും പോസിബിൾ ആയ കാര്യം അല്ല. ഓക്കെ, this classification was known as the law of octaves. As more elements were discovered, it became clear that all elements could not be arranged in this way. അപ്പൊ ഈ വർഗീകരണ അഷ്ടക നിയമം എന്ന് പേരിൽ അറിയപ്പെടുന്നു. ആര് പറഞ്ഞതാണ് അഷ്ടക നിയമം എന്ന് പറഞ്ഞത്? ന്യൂലാൻഡ്സ് പറഞ്ഞതാണ്. എന്തോന്നാണ്? എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. അത് ഈ ക്ലാസിഫിക്കേഷനെ എന്തോന്ന് പറയാ? ലോ ഓഫ് ഒക്ടാവസ് എന്ന് പറയുന്നു, അഷ്ടക നിയമം എന്ന് പറയുന്നു. ആസ് മോർ എലമെന്റ്സ് വെയർ ഡിസ്കവേർഡ്, ഇറ്റ് ബിക്കെയിം ക്ലിയർ ദാറ്റ് ആൾ എലമെന്റ്സ് കുഡ് നോട്ട് ബി അറേഞ്ച്ഡ് ഇൻ ദിസ് വേ. കൂടുതൽ മൂലകങ്ങൾ കണ്ടെത്തിയതോടെ എല്ലാ മൂലകങ്ങളെയും ഇത്തരത്തിൽ ക്രമീകരിക്കാനാവില്ല എന്ന് മനസ്സിലായി. ലിഥിയം അങ്ങനെ കുറെ മൂലകങ്ങളെ കണ്ടെത്തി. പക്ഷെ ഇതിലെല്ലാത്തിലും ആ ഒരു രീതിയിൽ ക്രമീകരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അടുത്ത ആരാണ് പറഞ്ഞത്? എ സയന്റിസ്റ്റ് നെയ്മഡ് മെൻഡലീഫ് arranged the 63 elements known till they in the ascending order of their atomic masses and prepared a table. മെൻഡലീഫ് എന്ന ശാസ്ത്രജ്ഞൻ അതുവരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിട്ട് ഒരു പട്ടിക തയ്യാറാക്കി. It was found that elements with common properties were repeated at regular intervals. അതിനെന്താണ് മനസ്സിലായത്? ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഒരേ സ്വഭാവം ഉള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി കണ്ടെത്തി. ഒരേ സ്വഭാവമുള്ളവ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ. Atoms were initially thought to be the smallest invisible particles. ആറ്റം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? അതിസൂക്ഷ്മങ്ങളായ വിഭജിക്കാൻ കഴിയാത്ത കണങ്ങളാണെന്ന് ആദ്യകാലത്ത് കരുതി പോന്നത്. എന്നാൽ പിന്നീട് ഇവ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അല്ലെ? ആറ്റം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ 3 ഘടകങ്ങൾ ചേർന്നതാണ് എന്തോന്ന് പറയുന്നത്? ആറ്റം എന്ന് കണ്ടെത്തി. ഓക്കെ, ആറ്റംസ് ഹാവ് ദ സെന്റർ ഈസ് കാൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ സെന്ററിന് എന്തോന്ന് പറയും? ന്യൂക്ലിയസ് എന്ന് പറയും. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ ഫൗണ്ട് ഇൻ ദീസ് വെരി സ്മാൾ ന്യൂക്ലിയസ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെയാണ് കാണുന്നത്? ന്യൂക്ലിയസിനുള്ളിലാണ് കാണുന്നത്. ഇലക്ട്രോൺസ് എക്സിസ്റ്റ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് ആണ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത്. പ്രോട്ടോൺസ് ഹാവ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ഇലക്ട്രോൺസ് ഹാവ് എ നെഗറ്റീവ് ചാർജ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ആണെന്ന് പറഞ്ഞു. The number of protons in an atom is considered as its atomic number. പ്രോട്ടോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം കൺസിഡർ, പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ദ മാസ് നമ്പർ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ടോട്ടലാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ കൂട്ടുന്നത്, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോന്നാണ്? ആറ്റം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്
അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോട്ടോണുകളുടെ എണ്ണത്തെ അതിന്റെ അറ്റോമിക് നമ്പറായി പരിഗണിക്കുന്നു. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. The number of protons in an atom is equal to the number of electrons. Number of protons ഏതിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് ഇലക്ട്രോണുകൾക്ക് ഈക്വൽ ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് ഈക്വൽ ആണ് പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ മാസ് നമ്പർ അറ്റോമിക് നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഓരോ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതും ഓരോ സയന്റിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ലാസ്റ്റ് പീരിയോഡിക് ടേബിൾ ആ ഒരു ഇപ്പോഴത്തെ രീതിയിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒത്തിരിയായി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. എന്തൊക്കെ കാര്യങ്ങളായിരുന്നെന്ന് പറഞ്ഞത്. നമ്മൾ സിമ്പിൾസ് മുതലാണ് തുടങ്ങിയത് അല്ലേ? ഓരോ എലമെന്റ്സും അതിന്റെ സിമ്പിൾസും, പിന്നെ ഓരോ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ബെർസിലിയസ് ആയിരുന്നു അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങൾ സൂചിപ്പിക്കുന്ന പ്രതീകം എന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത്. പിന്നെ ഓരോ മൂലകങ്ങളും അതിന്റെ സിമ്പലും, പിന്നെ ഓരോ മൂലകങ്ങളും അതിന്റെ ലാറ്റിൻ നെയിമും പിന്നെ സിമ്പലും, ആദ്യത്തെ അക്ഷരം വെച്ചിട്ടുള്ള എലമെന്റ്സും സിമ്പലും, പിന്നെ രണ്ടാമത് വന്നിട്ട് അതിലിടയ്ക്കുള്ള ഏതെങ്കിലും 2 അക്ഷരം വെച്ചിട്ടുള്ള സിമ്പിൾസ്, പിന്നെ ലാറ്റിൻ നെയിം വെച്ചിട്ടുള്ള സിമ്പിൾസ്, പിന്നെ എലമെന്റ്സിന് പേര് ഏതൊക്കെ രീതിയിലാണ്? നിറത്തിന്റെ അടിസ്ഥാനത്തില്, ഗ്രഹത്തിന്റെ അടിസ്ഥാനത്തില്, നെയിം ഓഫ് പ്ലാനറ്റ്സ്, കളേഴ്സ്, സാറ്റലൈറ്റ്, കോണ്ടിനെന്റിന്റെ ഒക്കെ അടിസ്ഥാനത്തില് ഓരോ എലമെന്റ്സ് ഉണ്ട്. പീരിയോഡിക് ടേബിള്, അതിലെ എലമെന്റ്സ്, പിന്നെ പീരിയോഡിക് ടേബിളിലുള്ള അവസാനമായിട്ട് രൂപം കൊണ്ട എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോന്നാണ് പീരിയോഡിക് ടേബിളിലുള്ള സോളിഡ് ആയിട്ടുള്ള, ലിക്വിഡ് ആയിട്ടുള്ള, ഗ്യാസ് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന്, സിന്തറ്റിക് എലമെന്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സിന്തറ്റിക് എലമെന്റ്സ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്, പിന്നെന്താണ് റീസെൻ്റ്ലി ഇൻ ദ പീരിയോഡിക് ടേബിൾ റീസെൻ്റ്ലി ആഡഡ് എലമെന്റ്സ്, പിന്നെ ഓരോ സയന്റിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് വായിച്ചു വെച്ചിരിക്കുക. എലമെന്റ്സും അതിന്റെ സിമ്പിൾസും നല്ലോണം പഠിക്കുക. പിന്നെ മാസ് നമ്പർ എന്താണെന്നും അറ്റോമിക് നമ്പർ എന്താണെന്നുള്ളത് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്